അഡ്വക്കേറ്റ് ജയശങ്കരൻ വക്കീൽ എന്ന നാറി. എടാ, കേരളത്തിലെ അഡ്വക്കേറ്റന്മാരെ കൂടെ പറയിപ്പിക്കാനുണ്ടായവനെ. കേരളത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വളരെ ഭൂരിപക്ഷത്തോടു കൂടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട KT ജലീലിനെയും PV അൻവർ MLAയ്ക്കുമെതിരെ വർഗീയവാദി, മതരാഷ്ട്രീയം വളർത്തുന്നവൻ ഈ ജയശങ്കർ എന്ന് പറയുന്ന പരമ ചെറ്റയുടെ മനസ്സിൽ മുഴുവൻ വർഗീയതയും ജാതീയതയുമാണ്. ചാനലിൽ വന്നിരുന്ന് പറയുന്നത് മുഴുവൻ വർഗീയത, വർഗീയ ധ്രുവീകരണം, ജാതീയത, ജാതി വെറി. അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോറാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ്. ഇതുപോലുള്ള ഏറാമൂളികൾക്കിട്ടൊക്കെ കൊടുക്കുമ്പോണ്ടല്ലോ, അൻവർ കൊടുത്തവരെ അണ്ണാക്കി തന്നെ കൊടുക്കണം. ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല. അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണു കൂട്ടി കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിലുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങൾ പരിശോധിക്കണം. മോശം 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 എന്ന് പറഞ്ഞാൽ തീരെ മോശം. ഇതൊക്കെ കേൾക്കാതെ നിന്റെ തന്തമാര് ചത്തുപോയത് നന്നായി. അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കി. നിന്റെ തന്തമാരിപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കി. ഈ തന്തയ്ക്കും തിളക്കും വിളി നാട്ടുകാരെ കൊണ്ട് MLAമാരെ കൊണ്ടൊക്കെ വിളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ആയിട്ട് നീ കരുതുന്നുണ്ടാവും. നിനക്ക് ഉളുപ്പില്ലടാ, നാണമില്ലടാ, നാറി. മറ്റുള്ളവനെ കുറിച്ച് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു ഇങ്ങനെ ദോഷം പറയാം. നിനക്ക് എന്തറിഞ്ഞുകൊണ്ടാണ് നീ സംസാരിക്കുന്നത്? ഒരു മനുഷ്യനെ കുറിച്ച് നീ അറിഞ്ഞുകൊണ്ട് സംസാരിക്കണം. അവർക്കെതിരെ തെളിവുണ്ടെങ്കിൽ നീ തെളിവുകൊണ്ട് ഹാജരാക്കുക. നീ ഒരു അഡ്വക്കേറ്റ് അല്ലടാ. ചാനൽ ചർച്ചകളിലൊക്കെ വരുമ്പോൾ ഇവന്റെ പേര് അഡ്വക്കേറ്റ് എന്നാണ് ഇടുക. കാരണം നീ കേരളത്തിൽ ഏതെങ്കിലും ഒരു വിവാദമായ കേസ് നീ വാദിച്ച് ജയിച്ച് നിന്റെ കഴിവ് നീ തെളിയിച്ചിട്ടുണ്ടോ? നിന്റെ പ്രൊഫഷണലിൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നാട്ടുകാരുടെ കുറ്റം പറയുക, ഇതല്ലേ നിന്റെ പരിപാടി? എടാ, നിന്റെ പ്രൊഫഷണലിൽ നീ വിജയിച്ച് കാണിക്കട. ആദ്യം ജയശങ്കർ എന്ന പരനാറി, 2 തന്തയ്ക്കുണ്ടായവനെ, നാട്ടുകാർക്കുണ്ടായവനെ, പാർട്ടിക്കുണ്ടായവനെ, നീ ആദ്യം നിന്റെ കഴിവ് തെളിയിക്കുകയാണ് നിന്റെ പ്രൊഫഷണലിലാണ്. നമുക്കൊക്കെ വീട്ടിൽ നിന്ന് ചോറും കറിയും പാലും പഴവും ഒക്കെ തന്ന് വളർത്തിയപ്പോൾ ഇവനെ കടുക്കാവെള്ളം കുടിപ്പിച്ചാണ് വളർത്തിയത്. കാരണം അത്രയ്ക്ക് പോക്രിത്തരമായിരുന്നു ഇവന്റെ കയ്യിൽ ചെറുപ്പം തൊട്ടേ. അൻവറിനോ മറ്റു നാട്ടുകാർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യം കൂടി പറയാം. വയാഗ്ര ഇറങ്ങിയതിന് ശേഷമാണ് ഇവൻ കല്യാണം പോലും കഴിക്കുന്നത്. പുറത്തു നോക്കി. അതുകൊണ്ടെന്താ അവസാനം ഇവന് കല്യാണം കഴിച്ചതിന് ശേഷം വയാഗ്രയ്ക്ക് പോലും നാണക്കേടായി. ആലുവ ദേശം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവന്റെ വീട്. ഇവൻ നാട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഒരു സൈക്കോ ക്രിമിനൽ ജീവിക്കുന്ന പോലാണ് ഇവന്റെ ജീവിതം. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഇവന്റെ വീടിനടുത്തുനിന്ന് മീറ്ററുകൾ മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിലോട്ടുള്ള ദൂരം. എനിക്ക് ഇവനെ വ്യക്തമായിട്ട് അറിയാം. ഞാനും ഇവനുമായിട്ട് 10-12 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവനെ പോലൊരു നാറി ആ സമൂഹത്തിൽ ഇവൻ ഇടതുപക്ഷത്തെ അനുഭാവിയാണെന്നും പറഞ്ഞ് നടന്നിട്ട് മറ്റു പലർക്കും വേണ്ടി വക്കാലത്ത് പിടിച്ച് നടക്കുന്നവനാണ് ഇവന്റെ യഥാർത്ഥ ഗുണം. അതാണ് ഇവന് തന്ത 2 പേരായിരുന്നു. ഒന്ന് പാക്കരൻ, രണ്ടാമത് ചങ്കരൻ. ചങ്കരന്റെ പേരാണ് സർനെയിമായിട്ട് ഇവൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അത്തരമൊരു തന്തക്ക് പറഞ്ഞതല്ല. 2 തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന്, പുത്തൻവീട്ട് തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്റെ പിതാവിന്റെ പിതാവ്, എന്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ്. എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കടന്നിട്ടുള്ള വ്യക്തിയാണ്. എടാ ജയശങ്കര മാറി. നിന്നോട് കുടുംബ മഹിമയൊന്നും ചോദിക്കുന്നില്ല, കാരണം നിനക്കതില്ല. പക്ഷെ മറ്റുള്ളവരുടെ നീ കേക്ക്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിന്മുറക്കാരനാണ് ഞാൻ. ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ AICC മെമ്പറായി പ്രവർത്തിച്ച PV ഷൗക്കത്ത് അലി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ. ഈ തണ്ടിക്ക് അത് അറിയോ? 1962 രാജ്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PV ഷൗക്കത്ത് അലി എന്ന എന്റെ പിതാവായിരുന്നു. അൻവർ പറഞ്ഞ കക്കൂസ് മാലിന്യം ഇവന്റെ ദേഹത്ത് അങ്ങനെ വിട്ടാൽ ആ കക്കൂസ് മാലിന്യം അതിലും വളരെ മ്ലേച്ഛമായി നാറുന്ന അവസ്ഥ വരും. അതാണ് ഇവന്റെ തൊലിക്കെട്ടി, ഇവന്റെ മനസ്സ്. ഈ നാറിയൊക്കെ സ്ഥിരമായിട്ട് ചാനൽ ചർച്ചയെ വിളിച്ചിരുത്തി ഭജനപ്പാട്ട് പാടാൻ, ഇവനെ കൊണ്ടൊക്കെ വിനു വി ജോണിന് വേണ്ടിയിട്ട് ഊതിച്ചു കൊടുക്കാൻ, കുഴലൂത്ത് നടത്താൻ കുറച്ചു പേരെ വിനു വി ജോൺ ഇങ്ങനെ സംഘടിപ്പിച്ചിരുത്തും. ഈ ഭജന സംഘത്തിലെ പ്രധാന ഫ്ലൂട്ടിസ്റ്റാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കരൻ. വിനു വി ജോണിന് വേണ്ടിയിട്ട് രാവും പകലും ഇടതുപക്ഷത്തിനെതിരെ വന്ന് കുഴലൂത്ത് നടത്തുകയാണ് ഈ ഭജന സംഘത്തിലെ ഈ ഫ്ലൂട്ടിസ്റ്റിന്റെ പ്രധാന പണി. ജയശങ്കരൻ വക്കീലിന്റെ, ശങ്കരൻ വക്കീലിന്റെ അസിസ്റ്റന്റ് ഒരു ഫ്ലൂട്ടിസ്റ്റ് ഉണ്ട്, റജിമോൻ കുട്ടപ്പൻ എന്ന മേസ്തിരി. ഭജന സംഘത്തിലെ മറ്റൊരു ആകർഷണമാണ് ജോസഫ് സി മാത്യു. നേരത്തെ സർവീസിലിരുന്നപ്പോൾ ഇലത്താളം അടിച്ചുകൊണ്ടിരുന്നവനാണ്, ഇപ്പൊ നല്ല വായ്ത്താളമാണ്, നല്ലപോലെ വായ്ത്താളം അടിക്കും. പിന്നെ ഭജന സംഘത്തിലെ പ്രധാന ആകർഷണമാണ് ഫക്രുദ്ദീൻ അലി, ഓന്തിന്റെ നിറവും അരണയുടെ ബുദ്ധിയുള്ള ഒരുത്തൻ. വേറെ കുറച്ച് പേരുണ്ട്, പ്രമോദ് പുഴങ്കര, ശ്രീജിത്ത് പണിക്കരൊക്കെ വന്നു പോകും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. ഏഷ്യാനെറ്റിലെ കോട്ടിട്ട മാധ്യമ ജഡ്ജി വിനു വി ജോണിന്റെ പത്മശ്രീ പുരസ്കാരമൊക്കെ കിട്ടിയ അഡ്വക്കേറ്റ് ജയശങ്കരൻ വക്കീലിന്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ ആ തെണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത്
ഞാനൊരു വർഗീയവാദിയാണ്, മതരാഷ്ട്രവാദിയാണെന്ന്. എനിക്ക് ഈ പെണ്ടിയോട് പറയാനുള്ളത്, സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക്. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. കേരളത്തിലെ സമൂഹം അത് കാണും. അതിന് 10 ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെ ഞാൻ തീരുമാനിക്കും. അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ, നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും. എടാ അഡ്വക്കേറ്റ് ജയശങ്കര പരനാറി, നിനക്ക് സഖാവ് പി വി അൻവറിനെ കുറിച്ചും കെ ടി ജലീലിനെ കുറിച്ചും പറഞ്ഞതിൽ നിനക്ക് തിരുത്താൻ ഇനിയും സമയവും സാഹചര്യവും ഉണ്ട്. നിന്റെ ദേഹത്ത് കക്കൂസ് മാലിന്യം വീണ് നീ കേരളത്തിൽ ഹീറോ ആകുന്നതിന് മുമ്പ്, നിനക്ക് പ്രശസ്തി ഉണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് തിരുത്താൻ അവസരം തന്നിട്ടാണ് പി വി അൻവർ സംസാരിച്ചിരിക്കുന്നത്. ഓർമ്മ വേണം. എടാ ചങ്കരം വക്കിലെ നാറി പരനാറി, നീ ആ കേരളത്തില് ആലുവയില് ദേശം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഔദാര്യം കൊണ്ട് തന്നെയാടാ. മതം പറയാനും ജാതി പറയാനും തിന്നാനും മാത്രം 3 നേരം വാ തുറക്കുന്ന നിന്നെ എന്തിനു കൊള്ളാവടാ കേരളത്തില്? ആർക്ക് വേണോടാ മാറി?